بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിശുദ്ധമായ സമയങ്ങളെ അവൻ അർഹിക്കുന്ന ഗൗരവം കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അത്ത്-തആബുനിലെ അവസാന ഭാഗത്തുള്ള ഒരു വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മശുദ്ധീകരണത്തിന്റെ മഹത്തായ സമയമാണിത്. പരിശുദ്ധ റമളാനിന്റെ ഈ ശുദ്ധീകരണ വേളയിൽ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്നതിന്റെ കൂടെ നമ്മുടെ സാമ്പത്തികമായ ശുദ്ധീകരണം കൂടെ പരിഗണനയിൽ വരേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആമിനു ബില്ലാഹി വ റസൂലിഹി വ അൻഫിഖു. വിശുദ്ധ ഖുർആനിലെ ഈമാനിന്റെ കൂടെ പല സന്ദർഭങ്ങളിലും ഇൻഫാഖ് കൂടി പ്രത്യേകം ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ആമിനു ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. വ അൻഫിഖു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും വേണം. ഈമാനും ഇൻഫാഖും, വിശ്വാസവും ദാനധർമ്മവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചേർത്തി പറയുകയാണ്. ഇവയെ രണ്ടായല്ല പറയുന്നത്. ഇങ്ങനെ ഒരു ശൈലി ഖുർആനിൽ ഒരുപാട് ഭാഗങ്ങളിലുണ്ട്.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ എല്ലാ തത്വങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കർമ്മരംഗത്തേക്കും വിശ്വാസ രംഗത്തേക്കും കടക്കുന്ന ഭാഗമാണ് ബഖറയിലെ 177-ാമത്തെ വചനം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും എന്ന് തുടങ്ങുന്ന താരതമ്യേന വലിപ്പമേറിയ ആയത്തില് പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കലല്ല പുണ്യമെന്ന് പറഞ്ഞിട്ട് ഈമാൻ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറയണം അറിയാമോ? ധനത്തോട് മനുഷ്യന്റെ സ്നേഹം പ്രകൃതിപരമാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്നിട്ട് ആർക്കൊക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞിട്ടാണ് അതിന് ശേഷമാണ് നിസ്കാരത്തെ കുറിച്ച് പോലും പറയുന്നുള്ളൂ. പ്രിയരെ, ഈമാനും ഇൻഫാക്കും ചേർത്തി പറയുന്നത് അതിങ്ങനെ ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈമാൻ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇൻഫാക്ക് കൂടിയേ തീരൂ എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഒരു മുഅ്മിൻ എന്ന പ്രധാന ഭാഗമുണ്ടല്ലോ, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗം, അത് തെളിയിക്കേണ്ടുന്ന പ്രധാന ഏരിയയാണ്, മേഖലയാണ് ചെലവഴിക്കുക എന്ന് പറയുന്നത്. എന്തിന്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത് പറയാം, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ. ഖുദ് മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് നീ സ്വീകരിക്കണം. സ്വദഖ, സക്കാത്തിന്റെ പേരായിട്ടും സ്വദഖ പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെയും സ്വദഖ പറഞ്ഞിട്ടുണ്ട്. സ്വദഖ എന്ന് നമ്മൾ പറയുന്ന ദാനധർമ്മത്തിന് ഒരുപാട് അറബിയിൽ പേരുപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സ്വദഖ അവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് തുതഖിറുഹും, അവരെ ശുദ്ധീകരിക്കണം, വതുസക്കീഹിം, അവരെ സംസ്കരിക്കണം. പ്രിയപ്പെട്ടവരെ, സക്കാത്ത് എന്ന സ്വദഖ എന്ന പദത്തിന് രണ്ട് അർത്ഥമുള്ള പദമാണ് ഖുർആൻ ഇവിടെ നൽകുന്നത്. ഒന്ന് തതഖുർ, ഒന്ന് തൻമിയത്ത്. ഇതാണ് രണ്ടും അർത്ഥമുള്ള വാക്കുകളാണ്. ഒന്ന് തതഖുർ, വൃത്തിയാക്കുക, മറ്റൊന്ന് വളർച്ചയുണ്ടാക്കുക. അപ്പോ ഒന്ന് ശുദ്ധീകരണവും ഒന്ന് വളർച്ചയുമാണ്. ഈ ആശയത്തെ കുറിക്കാനുള്ള വാക്കാണ് അറബിയിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ. പേര് തന്നെ അർത്ഥവത്തായ പ്രയോഗമാണ് സക്കാത്ത്, ശുദ്ധീകരണം എന്നത്. നമ്മൾ 2 ഖുതുബയുടെ മുമ്പ് ഇത് വിശദമായി പഠിച്ചതാണ്. എന്നാലും വളർത്തുക, ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തെ നേർക്ക് നേരെ അടയാളപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഇബാദത്താണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിലെ വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് തസ്കിയത്ത്. അതിന്റെ കൂടെ വരണം തസ്കിയത്ത്. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു നിയോഗിച്ചതിന്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നതിനടുത്ത് പറയുന്നത് വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഞാൻ ആയത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് പറഞ്ഞത്. വയുസക്കീഹിം, അള്ളാഹുവിന്റെ റസൂല് കിതാബ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവരെ തസ്കിയത്ത് നടത്തണം. സക്കാത്ത് എന്ന പദത്തിൽ നിന്നാണത്. ലക്ഷ്യത്തെ തന്നെ പേരായി സ്വീകരിച്ച കർമ്മമാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. ഇത് ഇബാദത്ത് പോലെ തന്നെ ഒരു സാമ്പത്തികപരമായ ഇടപാട് കൂടിയാണ്. ഇതിന്റെ നേട്ടമാർക്കൊക്കെയാ? ശരിക്കും നമ്മളത് പഠിക്കണം. ഇതിന്റെ നേട്ടമാർക്കാണ്? ഒന്നാമത്തെ നേട്ടം അത് നൽകുന്ന ദാതാവിനാണ്, കൊടുക്കുന്ന ആളിക്കാണ്. കാരണം നിർവഹണത്തിന് 2 ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്ന് ശേഖരിക്കുക, മറ്റൊന്ന് വിതരണം ചെയ്യുക. ഒന്ന് ശേഖരിക്കണം, വിതരണം നടത്തണം. ഇപ്പോൾ ആലോചിച്ച് നോക്കിയേ, ശേഖരണം നടന്നാലാണ് വിതരണം നടക്കുള്ളൂ. ശേഖരണത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങളാണ്. അതറിയാതെ പോകുമ്പോഴാണ് പലപ്പോഴും സക്കാത്ത് നൽകുന്നത് തന്നെ എന്തോ ഒരു വലിയ ഭാരമായി നമുക്ക് തോന്നുക. സത്യത്തിൽ ഈ ശേഖരണത്തെ കുറിച്ച് നമ്മൾ അങ്ങ് ചെറുതായി മനസ്സിലാക്കിയാൽ കൊടുക്കാൻ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവൂലെന്ന് മാത്രല്ല, അതൊരു അനുഭൂതിയായി, ഒരു നിർവൃതിയായി മനസ്സിൽ തോന്നും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
സക്കാത്ത് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓതിയല്ലോ. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഖിറുഹും വതുസക്കിഹിം. ഒന്നാമത്തെ ലക്ഷ്യം ദായകനെ ശുദ്ധീകരിക്കലാണ്. എങ്ങനെ? ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു മടിയും കൂടാതെ താല്പര്യത്തോടുകൂടി സക്കാത്ത് കൊടുക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ വിശുദ്ധി കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ബേസ് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ അടിത്തറ. ഇലാഹ്, പ്രിയരെ, ഇലാഹ് എന്ന പദത്തിന് ഭാഷാന്തരം ചെയ്യാൻ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഭാഷയുടെ ഉലമാവ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് അവർ വിശദീകരണം തന്നെ എന്തറിയോ? സുദീർഘമായ ബയാനാണ് അതുള്ളത്. ലാ ഖാലിക ഇല്ലല്ലാഹ്, ലാ റബ്ബ ഇല്ലല്ലാഹ്, ലാ റാസിക ഇല്ലല്ലാഹ്, ലാ മാലിക ഇല്ലല്ലാഹ്, ലാ ഹാക്കിമ ഇല്ലല്ലാഹ്. അള്ളാന്റെ എല്ലാ സിഫത്തുകളും കൊടുക്കാണ്. അള്ളയല്ലാതെ ഖാലിക്കില്ല, റാസിക്കായിട്ട് വേറൊരാളില്ല, റബ്ബായിട്ട് ഒരാളില്ല. സ്രഷ്ടാവും അതേപോലെ തന്നെ സംരക്ഷിക്കുന്നവനും അന്നദാതാവും എല്ലാം അവനാണ്. എല്ലാറ്റിലും ഉപരി അല്ലാഹു മാലിക്കാണ്. അനങ്ങിയിരിക്കും. എല്ലാറ്റിലും ഉപരി ഈ തത്വങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇരിക്കുന്നിടത്തൊന്നും അനങ്ങിയാൽ മതി, പ്രശ്നമില്ല. എല്ലാറ്റിലുപരി അള്ളാഹുവാണ് അവയുടെ മാലിക്. എന്താ മാലിക്? എല്ലാതിന്റെയും ഉടമസ്ഥൻ, രാജാധിപതി അള്ളാഹുവാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്? അതാണല്ലോ തൗഹീദിന്റെ ഭാഗം. ആത്യന്തികമായി എല്ലാതിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇത് അംഗീകരിക്കണം നമ്മള്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്, നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരങ്ങൾ ഉണ്ടല്ലോ, ഇതെല്ലാം ആരിലേക്ക് മടക്കപ്പെടുന്നതാണ്? അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ടതാണ്. പിന്നെ എന്റെ റോൾ എന്താ? പറഞ്ഞുതരാം. എന്റെ റോൾ ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നിയതുപോലെ ഇത് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അൽ മാലു മാലുല്ലാഹ്, സമ്പത്ത് അള്ളാഹുവിന്റെ മുതലാണ്. വൽ ഇൻസാനു മുഖ്തലിഫുൻ ഫീഹി മുസ്തഖ്ലഫുൻ ഫീഹി, മനുഷ്യൻ അതിന്റെ ഒരു കൈകാര്യം ചെയ്യുന്ന ഒരാള് മാത്രമാണ്. അള്ളാഹു വിശ്വസിച്ചേൽപ്പിച്ച ഒരാളുടെ റോള് മാത്രമാണ് എനിക്ക്. എന്തിന്? ഇത് കൈകാര്യം ചെയ്യാൻ. ഒന്നുകൂടി പറഞ്ഞുതരാം, എളുപ്പം മനസ്സിലാക്കാൻ. ഏതൊരാളും ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നുമില്ലാതെയാണ്. നമ്മൾ ഒരുപാട് ഉണ്ടാക്കി. നമ്മൾ മരിക്കുന്നതോടുകൂടെ ഈ മുഴുവൻ മുതലും എവിടുക്കാ തിരിച്ചു പോവുക? ശാന്തായിട്ട് ആലോചിച്ച് നോക്കിയേ. അള്ളാന്റെ അടുക്ക തന്നെ തിരിച്ചു പോണത്. പിന്നെ ആ മുതലിൽ നിന്ന് എന്താ ഉള്ളതെന്ന് അറിയോ? അള്ളാന്റെ അധികാരത്തിലാണെന്ന് പറയാൻ കാരണം, നമ്മുടെ കടം എന്തേലും ഉണ്ടെങ്കിൽ അതൊന്ന് വീട്ടാം. നമ്മുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ആ മുതലെടുക്കാം. നമ്മൾക്ക് എന്തേലും വസീയത്തുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടുന്ന പണി എന്താ? പടച്ചോൻ പറഞ്ഞതുപോലെ അത് വിതരണം ചെയ്യണം. ഫരീളത്തും മിനല്ലാഹ്, അത് ഫരീളത്താണ്, നിർബന്ധമാണ്. ചില ആളുകൾക്ക് 8-1 ചില ആളുകൾക്ക് 6-1 3-1 3-2 4-1. വളരെ കൃത്യമായി ആ ഭാഗം പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മളോട് പറയണം എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത് അത് ആ മുതല് അള്ള പറഞ്ഞതുപോലെ അത് വിതരണം ചെയ്യണം എന്നുള്ളതാണ്. ബാക്കി മുസ്ലിമീങ്ങളായ നമ്മൾ പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഇന്റെ സ്വത്ത് മുഴുവൻ ഇയാൾക്കാണ് എന്ന് എഴുതി വെച്ചാലും അതിനൊരു കടലാസിന്റെ വില പോലും ഉണ്ടാവൂല എന്നാണ് അതിന്റെ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, ഞാൻ നീട്ടി പറയല്ല, രണ്ടാമത് നമ്മുടെ സ്വഭാവങ്ങളിൽ പെരുമാറ്റങ്ങളിൽ വരുന്ന കുറെ ദൂഷ്യങ്ങളുണ്ട്. പലതും സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ആർത്തി എന്ന് പറയുന്നത് അല്ലേ, അതൊരു വലിയൊരു സ്വഭാവ ദൂഷ്യ. നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് സൂചന തരാം. എങ്ങനെയാന്ന് ചോദിച്ചാൽ, എത്ര കിട്ടിയാലും, ഒരു ഉഹുദ് കിട്ടിയാലും ഇത് മതിയല്ലോ എന്ന് തോന്നൂലല്ലോ. ഇനി അടുത്തൊരു മല കൂടി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ ആ ത്വരയെ ഖുർആൻ എന്ത് ചെയ്തില്ല? നിരുത്സാഹപ്പെടുത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾ സമ്പാദിച്ചോളി, പക്ഷെ വരുന്ന വഴി പക്കയാവണം. അത് പോകുന്ന വഴിയും വൃത്തിയുള്ളതാവണം.
മാത്രമല്ല ആർത്തിയെ തിരുത്താനുള്ള ലോകത്തെ ഒന്നാമത്തെ വഴി ദാനമാണ്. അപ്പൊ അങ്ങനെ എഴുതി വെക്കുക, ദാനമാണ്, ഉദാരതയാണ്. രണ്ടാമത് എന്താണെന്നറിയാമോ? മറ്റൊന്ന് പിശുക്കാണ്. പിശുക്കന്മാർ ലോകത്തെവിടെയും ജയിക്കില്ല എന്ന് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വസ്മഉ, വെറുതെ കേൾക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് കേട്ടാലോ വത്തിഉ, അല്ലാഹനെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ടോ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും, ഇവിടെ ചെലവഴിക്കണം എന്ന് പറഞ്ഞ വാക്ക് പറയുന്നതിന്റെ മുമ്പ് രണ്ട് കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞു. എന്താണ്? വസ്മഉ വഅതിഉ, ശ്രദ്ധയോടെ കേൾക്കണം. എന്തേലും കേട്ട് എനിക്ക് പോകല്ല, ശ്രദ്ധയോടെ കേൾക്കണം. കേട്ട കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന് ഇത്താഅത്ത് കൊടുക്കണം, അനുസരിക്കണം. എന്നിട്ട് ചെലവഴിക്കണം. ജീവിതത്തിൽ വിജയിക്കണോ? പിശുക്കിൽ നിന്ന് രക്ഷപ്പെടണം. ആ പിശുക്കിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉത്ബോധനങ്ങൾ കൊണ്ടും മാറൂല. കുറെ കേട്ടിട്ട് കാര്യമല്ല, മറിച്ച് എന്ത് വേണമെന്നറിയോ? കൊടുത്തു തന്നെ മാറണം. ചെലവഴിച്ച് ഉദാരത ചെയ്തു തന്നെ പിശുക്ക് മാറ്റണം. കൊടുത്ത് ശീലിച്ചാൽ, പ്രിയരെ, കൊടുത്ത് ശീലിച്ചാൽ കൊടുക്കുന്നതിന്റെ സുഖം നമ്മൾ ഒരാൾ അറിഞ്ഞാൽ വല്ലാത്ത അനുഭൂതിയും നിർവൃതിയുമാണ് ഉണ്ടാവുക. എങ്ങനെ പറഞ്ഞേ? കൊടുക്കുന്നതിന്റെ ഒരു അനുഭൂതിയുണ്ട്. ചില ആളുകളൊക്കെ ചില സദസ്സിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന് എന്താ ചെലവ്? അതിന് 10 കോടിയാണോ? അത് ഞാൻ തരാം. അതിനെന്താ ചെലവ്? അത് ഞാൻ തരാം. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും, പഠിച്ചോനെ ഇത്രയൊക്കെ കാശ് കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, നമ്മുടെ നാട്ടിൽ ചില കെടുതികൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ എത്ര ലോഡ് വസ്തുക്കളാണ് ഈ നാട്ടിലേക്ക് വന്നത്. ചില ജില്ലയുടെ കലക്ടർമാര് മറ്റു പ്രദേശക്കാരോട് പറഞ്ഞെന്നറിയോ? ഇനി ഇങ്ങോട്ട് അയക്കണ്ട. ജില്ലാ കലക്ടർമാര് പറയാ, എവിടെ? ഇത് മനുഷ്യന്മാര് കൊടുത്തിട്ടല്ലേ? ആരാ കൊടുക്കുന്നത്? ആ കൊടുക്കുന്നതിലും ആ ആളുകളുടെ പേരും ഊരും തറവാടൊക്കെ നിങ്ങൾ ചേർത്തി വായിക്കുക. അത് നമ്മൾ പറയണ്ടല്ലോ. ആ കൊടുക്കാനുള്ള മാനസികാവസ്ഥ വേണമെങ്കിൽ അതൊരു അനുഭൂതിയായി വരണം സഹോദരങ്ങളെ. കൊടുത്താൽ കിട്ടുന്ന ബർക്കത്തിന്റെ നേരറിവുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെ മനസ്സിന്റെ ലുക്കിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത് അവരാണ് വിജയിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് വളർത്താൻ വേണ്ടിയാണ് അല്ലെ കൊടുക്കുന്നത്. സമ്പത്തിന്റെ കുറവ് വരുത്തുന്ന ഒരു ഇടപാടല്ല ദാനം നൽകുക എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, സാധാരണ നമ്മുടെ പൈസന്ന് കുറച്ചാണ്ട് കൊടുത്താൽ ഇത് കുറയുക ചെയ്യുക, കൂടുക ചെയ്യുക. നേർക്ക് നേരെ നോക്കിയാൽ കുറയല്ലേ വേണ്ടത്. പക്ഷെ കുറയുന്ന ഒരു സാധനത്തിനെ കൂടും എന്ന് അള്ള പറയുവോ? ഇല്ലല്ലോ. അള്ള പറഞ്ഞ കുറയുക ചെയ്യുക, കൂടുക ചെയ്യുക. ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന സ്വതക്ക കൊണ്ട് നിങ്ങളുടെ മുതല് കുറയില്ല. ആര് പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയോ? ഒരു മിനി ബിസിനസ്സുകാര്, ഞാൻ കഴിഞ്ഞ കൊല്ലം സക്കാത്ത് കൊടുത്തത് ഇത്ര കോടിയാണ്. വലിയ ബിസിനസ്സുകാരല്ല, ഇത്ര കോടിയാണ് ഞാൻ കൊടുത്തത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇത്ര 4.5 കോടിയോളം ഒരു ചെറിയ ബിസിനസ്സുകാരന് ഒരു ഭാഗത്ത് നിന്ന് സക്കാത്ത് കൊടുത്തു എന്ന് അയാൾ പറയണു. 4.5 കോടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എമൗണ്ട് അല്ലേ? പക്ഷെ അടുത്ത കൊല്ലം അയാൾ പറഞ്ഞെന്നറിയോ? പടച്ചോന്റെ തൗഫീക്ക്, അടുത്ത കൊല്ലം എനിക്ക് സക്കാത്ത് കൊടുക്കാൻ മുതലുണ്ടായത് 6.25 കോടിയാണ്. നമ്മൾ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് നിങ്ങളൊന്നും ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ നമുക്കതിൽ അഭിമാനമാണ് തോന്നുക സഹോദരങ്ങളെ. അങ്ങനെ പറയുമ്പോ ഇത് നോൺ സ്റ്റോപ്പ് ആയിരിക്കും. രണ്ടാമത്തത്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിശകലനത്തിന് സമ്പത്തിൽ നിന്നൊരു വിഹിതം താഴത്തെ തട്ടിലെത്തണം. പണം താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ സാമ്പത്തിക നില മുരടിക്കും.
അതുകൊണ്ടാണ് നിങ്ങൾ ഗവൺമെന്റുകളൊക്കെ നോക്ക്, ഏതെങ്കിലുമൊക്കെ ആഘോഷ പരിപാടികൾ വരുമ്പോ ഗവൺമെന്റ് ചില ഷെയർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കോടികൾ കടമെടുത്തിട്ടാണ് ഇവിടെ ഇറക്കുക. എന്തിനാണ്? അതിനേക്കാൾ കൂടുതൽ കിട്ടാൻ. അതിൽ വേറെ പല ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനല്ല. ഞാൻ ആ സമ്പത്തിന്റെ ഒരു വിതരണ രീതി മാത്രമാണ് സൂചിപ്പിച്ചത്. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു നോക്കിയേ, അതിനേക്കാൾ ഇരട്ടിയായി അള്ളാഹു നമുക്ക് തരും. മാത്രമല്ല, ഇതെല്ലാം നേടിത്തരുന്ന മഹത്തായ ഒരു കർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതിനെന്ത് വേണം? ശ്രദ്ധിച്ച് കേൾക്കണം. ആ കേട്ടതിനനുസരിച്ച് അള്ളാഹ്ക്ക് അനുസരണം കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ചെലവഴിക്കണം. നോക്ക്, ഒരു വക്ത് നമസ്കാരം കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നിസ്കരിച്ചിട്ട് അസർ നമസ്കാരത്തിന് നമ്മൾ കാത്തിരിക്കും അല്ലെ? നിസ്കാരത്തിന് സമയമായോ എന്ന് നോക്കും. അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. അത് എന്തിനങ്ങനെ പറഞ്ഞെന്നറിയോ? നിസാബ് നമ്മുടെ സ്വത്തിൽ തികഞ്ഞോ എന്ന് നമ്മൾ ഇങ്ങനെ നോക്കണം. നിസാബ് തികഞ്ഞു കഴിഞ്ഞാൽ, പടച്ചവനെ, ജീവിതത്തിൽ ആദ്യമായി ധനികന്റെ ലക്ഷണം കാണിച്ച ദിവസമാണ് ഇന്നെന്റേത്. സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലെ? 2 ലക്ഷത്തോളം രൂപ നമ്മുടെ നീക്കിയിരിപ്പ് ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിൽ നമുക്ക് നീക്കിയിരിപ്പുണ്ടെങ്കിൽ നോക്ക്, ധനികന്റെ ലക്ഷണം എന്റെ ജീവിതത്തിൽ കാണിച്ചു, അൽഹംദുലില്ലാഹ്, സന്തോഷം നമുക്ക് വരണം. ആ ഡേറ്റ് ഒന്ന് കുറിച്ചു വെക്കണം നമ്മള്. എന്നിട്ട് എന്തറിയോ? കണക്കാക്കി അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. വളരെ വേഗത്തിൽ പറയട്ടെ, ആർക്കൊക്കെ കൊടുക്കണം? വേഗം പറഞ്ഞുതരാം. ആദ്യം സ്വന്തത്തിനാണ്. സക്കാത്തല്ല കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലത് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ തന്നെയാണ്, നല്ലത് ഉപയോഗിക്കണം. ആദം അലൈഹിസ്സലാമയോട് സ്വർഗത്തുനിന്ന് പറഞ്ഞത് ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നന്നായി തിന്നോ എന്നാ പറഞ്ഞത്. പക്ഷേ ഫലാ തഖറബാ ഹാദിഹി ഷജറ, ഇങ്ങടെ വരരുത്, ഈ മരത്തിന്റെ ഓട്ടിക്ക് വരരുത്. ഈ മരം ഏതാ അറിയോ? അതാണ് ഇന്ന് ആ മരം ഏതാ? പലിശക്ക് പോകരുത്, സമ്പാദിച്ചോ. ലോട്ടറിക്ക് പോകരുത്, അന്യന്റെ പണം കൊതിക്കരുത്, പറ്റിക്കരുത്, വഞ്ചിക്കരുത്, ഇന്നത് ചെയ്യരുത്. വലാ തഖറബാ ഹാദിഹി ഷജറ, ബാക്കി ഹലാലായ വഴികളിലൂടെ എല്ലാം പോയിക്കോ. ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കണം. ഉപയോഗിക്കാതെ മരിച്ചു പോകുന്നത് ഒരു നഷ്ടല്ലേ? ശ്രദ്ധിച്ചാൽ മതിയെന്ന. രണ്ടാമതായി, അവനവന്റെ കുടുംബത്തിന് അൻഫിഖ് അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് ഏറ്റവും വലിയ പുണ്യം അതാണ് സഹോദരങ്ങളെ. മക്കൾ, ഇണ. ചില ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്, ദുനൂബുൻ ദൂന ദുനൂബിൻ, ചില നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ഒരുപക്ഷെ നിസ്കാരം കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടാത്ത പാപങ്ങൾ അല്ലാഹു നമ്മുടെ ആശ്രിതർക്ക് നൽകുന്ന ചെലവുകളുടെ പേരിൽ നമുക്ക് അല്ലാഹു പൊറുത്തു തരും. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ശ്രദ്ധിക്കുക, എന്റെ ഇണയെ, എന്റെ മക്കളെയൊക്കെ ആയിരിക്കും അല്ലെ ആദ്യത്തെ ശ്രദ്ധ വരേണ്ടത്. അവരറിയോ? നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയുമാണ്, മാതാപിതാക്കൾ അല്ലെ? അവരെ സംരക്ഷിക്കണ്ടേ? ഇന്ന് നാട്ടിൽ സൗകര്യമുള്ളവരുടെ മാതാപിതാക്കൾ പോലും മാനം പോകുമോ എന്ന് വിചാരിച്ച് യാചിക്കാൻ പോകാത്ത ചില ആളുകളുണ്ട്. ആളുകൾക്ക് കാണാൻ എന്റെ കുട്ടികളും മക്കളൊക്കെ വലിയ ആൾക്കാരാണ്, പക്ഷെ അമ്മക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നിറക്കും, വാക്കുകൾ പൂർത്തീകരിക്കൂല. നമ്മളെക്കാളും അഭിമാനികളായി നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കണം. പ്രിയരെ, നമ്മളെക്കാളും അഭിമാനികളായിട്ട് അവർ ജീവിക്കണം. അവർ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരാണെങ്കിൽ നമുക്ക് ബാധ്യതകളുണ്ട്. നമുക്ക് കഴിഞ്ഞൂടെ? അവരുടെ പേരിൽ എന്തൊക്കെ നമുക്ക് വഖഫ് ചെയ്തൂടെ? ഇസ്ലാം അനുമതി തരുന്നുണ്ടല്ലോ. ഭാഗം ഞാൻ നീട്ടി പറയല്ല, നല്ലപോലെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഭാഗമാണ് സ്വതക്ക നൽകണം. സ്വതക്കക്ക് ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു. കൂടെ സക്കാത്ത് കൂടി കൊടുക്കണം. 100 രൂപ തന്നിട്ട് പടച്ചോൻ പറഞ്ഞു, 99 എടുത്തോ, 2.5 ഉറുപ്പി അതാ പാപത്തിൻ്റെതാണ്, അത് കണക്കാക്കി കൊടുക്കണട്ടോ എന്ന് പറഞ്ഞു. കച്ചവടക്കാരായ ആളുകൾ, ഞാൻ കുറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. നമ്മുടെ സ്റ്റോക്കും ബാക്കി എല്ലാം എടുക്കുക, കണക്കാക്കി നോക്കിയിട്ട് എത്രയാണോ വരുന്നതെങ്കിൽ അതിന്റെ 2.5% അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക. പ്രിയരെ, ഞാനും എന്റെ റബ്ബും കുറെ പടപ്പുകളും, നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? വാപ്പയില്ലാത്ത
മക്കൾ ജീവിതത്തിലെ താങ്ങ് നഷ്ടപ്പെട്ട, ജീവിതം വറ്റി വരണ്ടു പോയ സഹോദരിമാര്, ചുറ്റുമുള്ള ജീവിതം കണ്ട് കൊതിയൂറുന്ന മക്കളുടെ കണ്ണുപൊത്തുന്ന മാതാക്കള്, അങ്ങനെ നമ്മൾ നോക്കിയാല് രോഗം കൂടി കൂട്ടിന് വരുമ്പോ ആശ്രയങ്ങളില്ലാതെ കരയുന്നവര്, സ്വന്തമായി ഒരു കുഞ്ഞു വീട് സ്വപ്നം കാണുന്നവര്, മക്കളുടെ മാറാ രോഗങ്ങൾക്ക് മുമ്പിൽ കൈമലർത്തി പൊട്ടിക്കരയുന്ന ആളുകള്, അവരുടെ അവകാശമാണ് നമ്മുടെ സ്വത്തിൽ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. സക്കാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തരുതേ എന്ന് പടച്ച റബ്ബ് നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. ബർക്കത്ത് വേണോ, ഹൈറ് വേണോ, നിങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. മാത്രമല്ല, ഒരു മലക്ക് രാവിലെ വിളിച്ചു പറയുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറയണമെന്ന് അറിയാമോ? രാവിലെ പറയും, അല്ലാഹുമ്മ അതി മുൻഫിക്കൻ ഖലഫ, അല്ലാഹുമ്മ അതി മുംസിക്കൻ തലഫ. ഒരു മലക്ക് പറയും, പടച്ചോനെ കൈയടിഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും നീ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന. മറ്റൊരാള് പറയും, പിടിച്ചു വെക്കുന്ന ആളുണ്ടല്ലോ, അവന് പടച്ചോനെ നീ തലഫ് നാശം കൊടുക്കണമെന്ന ആ പ്രാർത്ഥനയെ നമ്മൾ കരുതണം. ഒരു കഥ കൂടി ആ വിഷയത്തിലേക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിരിക്കും, ഹമാമത്തുൽ മസ്ജിദ്, മദീനത്തെ പള്ളിയിലെ മാടപ്രാവ് എന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു മനുഷ്യനുണ്ട്. സഅലബത്ത് ബിൻ അബി ഹാത്തിം എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹം പരമദരിദ്രനാണ്, എപ്പോഴും പള്ളിയിലാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം നബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലേ, നിന്റെ കഷ്ടപ്പാടൊന്ന് മാറാൻ അള്ളാഹുവോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. എന്തിനാണ് സഅലബേ, ഇങ്ങനെ പോകല്ലേ സുഖം എന്ന് പറഞ്ഞു. അല്ല, മാറിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്കൊരുപാട് ചെയ്യാലോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ മാറി. ഈ കഥ കേട്ടിരിക്കും. കഷ്ടപ്പാടുകൾ മാറി, ഐശ്വര്യം വന്നു, അല്പാൽപ്പം സമ്പന്നനായി വന്നു. അങ്ങനെ ഒട്ടകങ്ങളും ആടുമാടുകളൊക്കെ വർദ്ധിച്ചപ്പോ ലഹറും അസറും പോയി. കാരണം ഇവറ്റിനെ നോക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ സമയമല്ലല്ലോ. അങ്ങനെ ലഹറും അസറും ഇല്ലാണ്ടായി. പിന്നെ മഗ്‌രിബ് ഇശയില്ലാണ്ടായി. ഒരു വക്ത് മാത്രമായി. പിന്നെ മദീനയുടെ വെളിപ്രദേശത്തേക്ക് മാറിപ്പോവാണ് ഈ സ്വത്ത് കൊണ്ടൊക്കെ. ദിവസങ്ങളോളം അയാളെ കാണാണ്ടായി. വെള്ളിയാഴ്ചകളിൽ മാത്രമായി. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു കേട്ടാ. നിന്റെ സഅലബ് എവിടെ എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു. അവസാനം സക്കാത്ത് വാങ്ങിക്കാനുള്ള നേരത്തെ പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖാദിമുകളെ ഓരോരുത്തരുടെയും അടുത്തേക്ക് അയച്ചു. ആ സമയത്ത് സഅലബയുടെ അടുക്കലും എത്തി. സഅലബ ഈ കത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഇത്രയും കൊടുക്കണമോ? ആരെ പറഞ്ഞു എന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യും, നിങ്ങളെ അപ്പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ അതുകൂടി വരുന്നു. അവസാനം വീണ്ടും ചെന്നു ഖാദിം. അപ്പോൾ അയാൾ കൊടുത്തില്ലെന്ന് മാത്രല്ല, ഞാൻ മദീനത്തേക്ക് വരുമ്പോ റസൂലിനെ കണ്ടോളാന്ന് പറഞ്ഞു. ആ രംഗത്തെ കുറിച്ച് ഇത്ര വലിയ ചുങ്കമോ എന്ന് ചോദിച്ച ആ മനുഷ്യൻ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, വമിൻകും മൻ ആഹദല്ലാഹ്, അല്ലാഹുവോട് കരാർ ചെയ്യുന്ന ആളുകളുണ്ട്. ലയിന്നാതാനാ മിൻ ഫളിഹി, പടച്ചോനെ നീ എനിക്ക് ഫളിൽ തന്നാൽ ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ, ഞങ്ങൾ നിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തോളാം, സാലിഹുകളായിക്കോളാം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, എന്ന് വഅദ ചെയ്യുന്നവരുണ്ട്. ഫലമ്മാ ആതാഹും മിൻ ഫളിഹി, ഫളിൽ കിട്ടിയപ്പോഴോ ബഖിലൂ ബിഹി വതവല്ലൂ വഹും മുഅ്രിദൂൻ, അവര് പിശുക്ക് കാണിച്ചു, അവര് തിരിഞ്ഞു കളഞ്ഞു. അദ്ദേഹം മദീനത്തേക്ക് വന്നപ്പോ ഹബീബായ റസൂല് നോക്കിയില്ലെന്ന് മാത്രമല്ല, അയാളിൽ നിന്ന് അയാളുടെ സക്കാത്ത് പോലും വാങ്ങിക്കാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, ഐശ്വര്യം വരാൻ വേണ്ടി ദുആ ചെയ്ത് ജീവിതത്തിൽ പലതും കൈവന്നപ്പോ പടച്ചവനെ മറന്നുപോകുന്ന മാനസികാവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത്. കൊടുത്തിടത്തോളൊന്നും കൊടുക്കൂല, ഇരുന്നിടത്തോളൊന്നും ഇരിക്കൂല. ഒക്കെ അങ്ങനെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. ഈ നിമിഷം ഇവിടെ വന്ന് കുഴഞ്ഞു വീണാൽ നമ്മുടെ പേരിലുള്ളതെല്ലാം ഞാൻ നേരത്തെ എണ്ണിയതുപോലെയാണ്.
നമുക്കുള്ളതെന്ത്? ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം, സ്വന്തം ബാധ്യതകൾ നിർവഹിക്കണം. അങ്ങനെ വരുന്ന സ്വത്തെ മക്കൾക്ക് പോലും ഉപകാരപ്പെടൂ. ചരിത്രത്തിലെമ്പാടും തെളിവുകളുണ്ട്, നീട്ടുകയല്ല. ആ തെളിവുകളെ, ചരിത്രങ്ങളെ പാഠങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് ബാധ്യതകൾ നിർവഹിച്ച് അവനവന്റെ സ്വത്തിൽ നിന്ന് നൽകേണ്ടുന്ന ആളുകൾക്ക് നൽകി ഉള്ളതിനെ വിശുദ്ധമായി സംതൃപ്തിയായി ജീവിക്കാൻ ശ്രമിക്കുക. അതിനുകൂടി ഈ ധന്യമായ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക, പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തുണക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മർക്കസുൽ ഇസ്ലാമിയ, നമ്മുടെ ദീനിന്റെ, നമ്മുടെ ആത്മീയതയുടെ കേന്ദ്രം എന്നത് ഈ ഭവനമാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. ഈ ഭൂമുഖത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പള്ളികളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പള്ളികളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈമാനിന്റെ അടയാളമാണ്. നിങ്ങൾ നോക്കിയേ, ആ ഭവനങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ പാർപ്പിടം, നമ്മുടെ മക്കള്, നമ്മുടെ ചികിത്സ എന്നതുപോലെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ അധ്വാനത്തിന്റെ വിഹിതം ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അതത് പ്രദേശങ്ങളുടെ ഓരോ മഹല്ലുകളുടെയും കേന്ദ്രമായി നമ്മുടെ പള്ളികൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ആ പള്ളികൾ മാത്രമല്ല, പള്ളികളും ധർമ്മസ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഇവയെ സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിക്കണം. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമലുകൾ സംരക്ഷിക്കപ്പെടണം. ആ ധർമ്മബോധത്തിലൂടെ നമ്മുടെ ഒരു തലമുറ വളർന്നു വരണം. ഇല്ലെങ്കിൽ എന്തറിയോ, ഈ ധാർമ്മിക ബോധം ഈ ഭവനങ്ങളിലൂടെ നമ്മുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മക്കളിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനുള്ള സുഖമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, അത് ഇല്ലാതായി പോകും. നമ്മൾ അതിനെ ഭയപ്പെടണം. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഈ ഭവനം, അള്ളാഹുവിന്റെ ഈ ഭവനം, നമ്മുടെ കാരണവന്മാർ ഈ അടുത്ത കാലത്ത് വരെ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ കാരണവന്മാര്, അള്ളാഹു അവർക്കെല്ലാം മഅ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് അവർ ഈ സ്ഥാപനം പണിതത്. പക്ഷേ കാലങ്ങൾ പിന്നിടും തോറും അത് നമുക്ക് മതിയാകാതെ വരുന്നൊരു സാഹചര്യം വരും. കാരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ, 2000 മുമ്പ് ജനിച്ച ആളുകളെ പോലെയല്ല 2000 ശേഷം വരുന്ന പുതിയ നൂറ്റാണ്ടിലെ മക്കള്. അവരുടെ അനുഭവങ്ങൾ വേറെയാണ്, അവരുടെ സാഹചര്യങ്ങൾ വേറെയാണ്. നമ്മുടെ വീടുകളെല്ലാം ശീതീകരിക്കപ്പെട്ടതും ഉന്തിയ തരത്തിലെ സൗകര്യങ്ങളുള്ളതാണെങ്കിൽ ഇതും അതുപോലെയാവണം. നമ്മുടെ ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. തൊട്ടടുത്ത 10 സെന്റ് സ്ഥലം നമുക്ക് നൽകാമെന്ന് അതിന്റെ ആളുകൾ അറിയിച്ചു. 5 സെന്റ് സ്ഥലം ഞങ്ങൾ വഖഫ് ചെയ്തു തരാം. 5 സെന്റ് സ്ഥലം നിങ്ങൾ വില കൊടുത്തു വാങ്ങിക്കണം. പ്രിയരെ, 85 ലക്ഷത്തോളം രൂപ അതിന് വേണം. അതുകൂടി കിട്ടിയാൽ നമ്മൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ താഴെയുള്ള കുറച്ച് സ്ഥലങ്ങൾ, നമ്മുടെ സഹോദരിമാർക്ക് നമസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ ഒന്നുകൂടി വിപുലപ്പെടുത്തണം. നമ്മുടെ മദ്രസകൾ ഒന്നുകൂടി വിപുലപ്പെടുത്തണം.
ഒരുപാട് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. നമ്മുടെ ഊഴമാണിത്. ഈ ഭവനം വിശാലത വേണം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണത് നൽകേണ്ടത്. ഞാൻ അത്രമാത്രമാണ് അതിനെ സൂചിപ്പിക്കുന്നുള്ളൂ. പരമാവധി നൽകാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. ഇത് ആദ്യം സൂചിപ്പിക്കുന്നതിനറിയാമോ, നമുക്ക് ഏത് ചെലവുകൾ വരുമ്പോഴും ഒന്നാമത്തെ മാർഗമായി ചെലവായി നിങ്ങൾ ഇതിനെ കാണണം. എന്നിട്ട് എനിക്ക് ഇന്നതൊക്കെ നൽകാൻ കഴിയുമെന്നത് അള്ളാന്റെ മാർഗത്തിൽ അള്ള ചോദിക്കുമ്പോ ഞാൻ തന്നിട്ടുണ്ട്, ബർക്കത്തിന് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ഒരു സംശയവും നമുക്ക് ഉണ്ടാവില്ല. അള്ളാഹു ബാക്കിയായി നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഇന്നത് ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം, കഴിയണം. നല്ലപോലെ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. മനസ്സിൽ ഈ ചിന്തയും ആയിട്ടായിരിക്കണം നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടത്. അള്ളാഹു തുണക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ സമയത്ത് ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ നടത്തണം. വളരെ പ്രധാനപ്പെട്ട സമയമാണിത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്താണ് എപ്പോഴും തടന്ന പ്രാർത്ഥനയാണ്. പക്ഷേ റഹ്മത്തിന്റെ, മർഹമത്തിന്റെ, മഅഫിറത്തിന്റെ ഒക്കെ ദിവസങ്ങളാണ്. പടച്ചോനെ, നിന്റെ കാരുണ്യത്തിൽ നിന്ന് എന്നെ തെറ്റിക്കരുത്. ആ കാരുണ്യത്തിന്റെ ചിറകിനടിയിൽ കഴിഞ്ഞുകൂടാൻ എനിക്ക് സൗഭാഗ്യം തരണേ എന്ന്, എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ. നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ഉള്ളറകളുണ്ട്. ആ ഉള്ളറകളെ പടച്ചോൻ ചിലതൊക്കെ ഓർക്കുമ്പോ റബ്ബേ എന്ന് പറഞ്ഞൊരു വിളി ഇങ്ങനെ വരും. ആ ഒരു ഓർമ്മ ഉണ്ടല്ലോ, മുഴുവൻ പറയില്ല നമ്മള്. ആ വിളി വരുന്ന ഒരു അസ്വസ്ഥപ്പെടുത്ത രംഗുണ്ടല്ലോ, അതിനങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹുവോട് തേടണം. പടച്ചോനെ, എനിക്ക് പുറത്തു തരണേ, എന്നോട് നീ കാരുണ്യം കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. പ്രാർത്ഥനകൾ കുറയരുത്, ദാനധർമ്മങ്ങൾ കുറയരുത്, അള്ളാഹുവോട് ഖുർആനിനോടുള്ള ബന്ധത്തിൽ കുറവ് വരുത്. അങ്ങനെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് സമയങ്ങളെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും എല്ലാ നന്മകൾ ചെയ്യാനുള്ള തുണ തന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ വിശാലമായ കാരുണ്യവും കൊണ്ട്, അവന്റെ റഹ്മത്തും കൊണ്ട്, അവന്റെ ഫദ്ല് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു തന്ന് നമുക്ക് മാപ്പേകി നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് പടച്ചവൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തോടൊന്നിച്ച് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ നല്ലവരോടൊന്നിച്ച് പടച്ചവൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തന്നെ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബന ഗഫിർ ലനാ വൽ ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار. اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا